ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി, ഒരു കർമൂസ പഴുത്ത നിൽപ്പുണ്ട്, അവനെ തള്ളി താഴെ ഇടുക, എന്നിട്ട് മുറിക്കുക, തിന്നുക. അപ്പോൾ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആശാനെ നമ്മൾ തള്ളി താഴെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അമ്മ. ഇനി അത് മുറിക്കലും തിന്നലൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പോൾ അമ്മ നന്നായി മുറിക്കുന്നുണ്ട്. കർമൂസ എന്നാട്ടോ നമ്മുടെ നാട്ടിൽ ഇതിന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകം പറയണം കേട്ടോ. ചില നാട്ടിൽ പപ്പായാന്നും പിന്നെന്താ കപ്പളങ്ങ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ കർമൂസ ഇത് എന്തോ നല്ല കാലത്തിലാട്ടോ ഇത് നമുക്ക് കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കിളികൾ കൊണ്ടുപോകും, അല്ലെ പെങ്ങളോ കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പെങ്ങൾ എന്തിനത് കൊണ്ടുപോകണമെന്ന് വിചാരിക്കും. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേഷ്യൽ ചെയ്യാൻ ഏറ്റവും നമ്പർ 1 സാധനമാണ്. മുഖത്തിൻ്റെ സൗന്ദര്യം കൂട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്പർ 1 സാധനമാണ് ഈ പപ്പായ ഫേഷ്യൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അതിന് ഏറ്റവും നല്ലതാണ് ഈ ഇത്. അപ്പോൾ അമ്മ ഏകദേശം എല്ലാം വെട്ടി മുറിച്ച് 5-6 കഷ്ണമാക്കിയിരിക്കുന്നത്. ഇനി കുറച്ചുകൂടി ഉണ്ട് മുറിക്കാൻ. ഓരോരുത്തർക്കുള്ള കഷ്ണങ്ങൾ മുറിച്ചെടുക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ അതിന് തല്ലും പിടി ആവുമല്ലോ. അപ്പോൾ അമ്മ ഒരു കഷ്ണങ്ങൾ മുറിച്ചെടുക്കണം. എന്ത് ഭംഗിയെന്ന് എനിക്ക്, നല്ല മഞ്ഞ കളറിൽ. ഇപ്പം ഇതിന് പ്രത്യേകം മധുരം കൂടുതലായിരിക്കും കേട്ടോ. ഈ വേനൽക്കാലം ആയ കാരണം നല്ല മധുരമായിരിക്കും. മഴക്കാലം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു വെള്ളച്ചോയായിരിക്കും, മധുരമൊക്കെ കുറവായിരിക്കും. ഇപ്പം നല്ല മധുരമായിരിക്കും. അമ്മ ഏകദേശം എല്ലാ കഷ്ണങ്ങളും മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എല്ലാവർക്കും തന്നെ ആയിട്ടുണ്ട്. ഇനി ഒരു കഷ്ണം കൂടെ എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുരു കളഞ്ഞ് ഇനി നമുക്ക് കുരു കളഞ്ഞിട്ട് ഇങ്ങോട്ട് എടുക്കാം. ഇതിൻ്റെ കുരു നമ്മൾ ഇനിയിപ്പം നമുക്ക് വേണമെങ്കിൽ ഇനിയും നടാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. ഈ കുരു നമ്മൾ ഈ ചാരത്തിൻ്റെ അകത്ത് മിക്സ് ചെയ്തതിന് ശേഷം എന്താ പറയുക, വെയിലൊക്കെ കൊള്ളിച്ച് ഒരു 2-3 വെയിലൊക്കെ കൊള്ളിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തൈകൾ കിട്ടും കേട്ടോ. നല്ല മധുരമുള്ള പപ്പായാണ് കേട്ടോ അത്. അപ്പോൾ അമ്മ എല്ലാം കുരുവൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. എല്ലാവർക്കും ഓരോ കഷ്ണം എടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ സെറ്റപ്പ് ആക്കുന്നത്. അപ്പോൾ അച്ഛനാണ് ഇന്ന് ഫുള്ളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ കുരു കളഞ്ഞ് ഇങ്ങനെ വെക്കൂ, ഇങ്ങനെ സൈഡാക്കി വെക്കൂ എന്നൊക്കെ പറയാനായിട്ട് കേട്ടോ, വൃത്തിയായിട്ട് വെക്കാനൊക്കെ പറയുന്നത്. അപ്പോൾ ആരും മറന്നു വേണ്ട കേട്ടോ, ഫേഷ്യലിൻ്റെ കാര്യം മറന്നു വേണ്ട. എല്ലാവർക്കും തന്നെ അറിയാം, എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഓരോ കഷ്ണം കഴിക്കാമെന്നും പറഞ്ഞ് സെറ്റാക്കി. നമ്മളിതിൻ്റെ തൊലി, പുറകിലുള്ള പച്ച കളർ തൊലി ഇല്ലേ, അത് ചെത്തി കളയുന്നില്ല കേട്ടോ. അത് കളയാണ്ട് തന്നെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് എന്താ പറയുക, തൊലി പൊളിച്ച് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ തിന്നാറ് കേട്ടോ. അത്രയും എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് തോന്നി ഒരു കഷ്ണം കൂടി എടുക്കാമെന്ന്. അപ്പോൾ ഇറക്കി ഒരു കഷ്ണം അവിടെ വെച്ചാൽ മതിയല്ലോ, കുറച്ച് കഴിയുമ്പോൾ തിന്നാതും പറഞ്ഞ് എടുത്ത് വെച്ച്. അപ്പോൾ ഇനി നമ്മൾ എന്താ പറയുക, തിന്നുന്ന കർമ്മത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ഒന്നങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ പുറകിലെ തൊലി അങ്ങോട്ട് എന്താ പറയുക, പൊളിച്ചിങ്ങോട്ട് എടുക്കും. നമ്മൾ ചെത്തി കളയലാന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ കേട്ടോ. മടക്കി ഇങ്ങോട്ട് എടുത്തിട്ട് അച്ഛനാണ് കേട്ടോ ഫസ്റ്റ് തിന്നുന്നത്. അച്ഛനെ സംഭവം കണ്ടപ്പോഴേ സംഭവം സാറാന്ന് പറഞ്ഞിരിക്കുന്നു. അച്ഛൻ തിന്നുന്ന കാണാൻ നല്ല രസം. അച്ഛന് വായി പല്ലൊന്നുമില്ല കേട്ടോ. എനിക്ക് തിന്നുന്ന കണ്ടോ, ഒരു പ്രത്യേക രസമല്ലേ വായി പല്ലില്ലാത്തവർ തിന്നുന്ന കാണാനും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. താങ്ക് യു.